നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എന്താണ് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ റോൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്താണ് എന്നറിയുന്നതിന് മുമ്പ് എന്താണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ എന്താണ് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും പഠിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. ഒരു വ്യക്തിയുടെ വികസനത്തോടൊപ്പം തന്നെ ഒരു സമൂഹത്തിൻ്റെ വികസനം കൂടി സാധ്യമാകുമ്പോഴാണ് അവിടെ വിദ്യാഭ്യാസം പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും വിദ്യാഭ്യാസത്തിന് അർഹതയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. അത്തരത്തിലുള്ള കുട്ടികൾക്ക് നൽകപ്പെടുന്ന വിദ്യാഭ്യാസത്തെയാണ് നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മാനസികമായും ശാരീരികമായും പ്രയാസം അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവർ, പ്രത്യേക വിഭാഗങ്ങളിൽപ്പെടുന്നവർ എന്നിവർക്കൊക്കെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നേടാനുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ലഭിക്കാനുള്ള അർഹതയുള്ളവരാണ്. ഈച്ച് ആൻഡ് എവരി ചൈൽഡ് ഈസ് ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ അവർ യുണീക്കാണ്. ഓരോ കുട്ടികൾക്കും അവരുടേതായ ചില കഴിവുകളുണ്ടാവും. എല്ലാ കുട്ടികളും അതുല്യരാണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓരോ കുട്ടികളുടെയും കഴിവുകൾ പരിഗണിച്ചുകൊണ്ടും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും ഇവയൊക്കെ കൃത്യമായ രീതിയിൽ സെറ്റ് ചെയ്ത് നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസത്തെയാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഏകദേശം 3-3.5 വയസ്സ് മുതൽ നമുക്ക് കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നൽകി തുടങ്ങാം. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ അക്കാദമികപരമായ പ്രവർത്തനങ്ങൾ മാത്രമല്ല, നിരവധിയായ മറ്റ് സ്കിൽസും നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതിൽ പ്രധാനമായും വരുന്നത് ഒന്ന് സെൽഫ് ഹെൽപ്പ് സ്കിൽസ്, അതായത് കുട്ടിയുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ ഡെയിലി ലിവിങ് സ്കില്ലിന് ആവശ്യമായിട്ടുള്ള സ്കിൽസാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത്. അതിലിപ്പം ബാത്തിങ്, ബ്രഷിങ്, ടോയ്ലറ്റിങ് ഇതുപോലുള്ള സ്കിൽസാണ് പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരു കുട്ടിയുടെ ഡെയിലി ലിവിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് സെൽഫ് ഹെൽപ്പ് സ്കിൽസിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ മോട്ടോർ സ്കിൽസിന് നമ്മൾ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഗ്രോസ് മോട്ടോർ സ്കിൽസും അതുപോലെ തന്നെ ഫൈൻ മോട്ടോർ സ്കിൽസുമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത് കൈയുടെ പ്രവർത്തനങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നത് ഫൈൻ മോട്ടോർ സ്കിൽസിലൂടെയാണ്. അതുപോലെ തന്നെ ഗ്രോസ് മോട്ടോർ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ബോഡി ഫങ്ഷനിങ്ങിനും അതുപോലെ തന്നെ നടക്കുക, കാലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പം ഈ മോട്ടോർ സ്കിൽസിൽ വരുന്ന ഫൈൻ മോട്ടോർ സ്കില്ലും ഗ്രോസ് മോട്ടോർ സ്കില്ലും പ്രധാനപ്പെട്ടൊരു ഏരിയ തന്നെയാണ്. അതുപോലെ തന്നെ അക്കാദമിക് സ്കിൽസിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പ്രീ അക്കാദമിക് സ്കിൽസാണ്. അല്ലാതെ ആദ്യം തന്നെ കുട്ടികളെ എഴുത്തിലേക്ക് കൊണ്ടുവരാനോ വായനയിലേക്ക് കൊണ്ടുവരാനോ അല്ല നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ശ്രമിക്കുന്നത്. പ്രീ അക്കാദമിക്സ് ആയിട്ടുള്ള ഒരുപാട് അതിൽ വരുന്നതാണ് പ്രീ റൈറ്റിംഗ് സ്കിൽസ്, പ്രീ റീഡിങ് സ്കിൽസ് ഒക്കെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള അക്കാദമിക് സ്കിൽസിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രീ റൈറ്റിംഗ് സ്കിൽ അല്ലെങ്കിൽ പ്രീ അക്കാദമിക്സ് ആയിട്ടുള്ള സ്കിൽസൊക്കെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നൽകി വരുന്നതാണ്. അതുപോലെ തന്നെ അക്കാദമിക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യുക നമ്പർ കൺസെപ്റ്റ്, മണി കൺസെപ്റ്റ്, ടൈം കൺസെപ്റ്റ് പോലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. അതായത് കുട്ടിയുടെ ഡെയിലി ലിവിങ്ങിന് അവനെ പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുക. അതിനുശേഷം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് അക്കാദമികപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കുട്ടിയെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്കിൽ എന്ന് പറയുന്നത് സോഷ്യൽ സ്കില്ലാണ്. അതായത് ഒരു കുട്ടി സൊസൈറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി എങ്ങനെയാണ് സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സോഷ്യൽ സ്കില്ലിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതൊക്കെ സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികളിലുണ്ടാകുന്ന ഇഷ്യൂസിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതാണ് ലാംഗ്വേജ് സ്കിൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് സ്കിൽ, അതായത് ഒരു കുട്ടി വീട്ടിൽ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഡൊമസ്റ്റിക് സ്കിൽ എന്നുള്ള പറയുന്ന ഏരിയയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്.
അതുപോലെ തന്നെ വൊക്കേഷണൽ സ്കില്ല്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷനിലൂടെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ റോളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.